റിമൂവ് അത് കൊടുത്താൽ മതി മാഡം. ഓ 2 തുള്ളി ഓരോന്ന് വെച്ച് 3 നേരം. അത് ഡിവേമിങ്ങിന് ശേഷം. അത് ഒരു സാറേ, മോള് വന്ന് പിന്നെ ഇത് മൃഗപാലൻ ഡോക്ടർ എന്തിനാണ് വിളിക്കണേ? അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാനല്ലേ മാഡം നോക്കണേ. അയ്യേ മാഡത്തിനിപ്പം ഹലോ മാഡം, ഞാൻ എത്തിക്കൊള്ളാം. ഉടൻ ഇതാണോ വേണ്ടല്ലേ കേജ്? അത് ഓക്കെ, സെറ്റ് ചെയ്ത് തരാം. അയ്യോ അച്ഛൻ എവിടെ ഇരിക്കായിരുന്നു? ഞാനേ ഭയങ്കര ചൂടായിട്ട് ഇച്ചിരി കാറ്റ് കൊള്ളാൻ വേണ്ടി ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇച്ചിരിയാന്ന് വിചാരിച്ചു. പിന്നെ അച്ഛാ നല്ല തടിപ്പണിയാണ് ആൾക്കാരെങ്കിലും ഉണ്ടാ? തടിപ്പണി ചെയ്യുന്ന ആശാരിമാരുണ്ട്. ഉണ്ട്. ഒരാളുടെ അത്യാവശ്യം നല്ല പണിയാണ് ഒരാളുടെ നമ്പർ. പണി നമ്മുടെ വീടിന്റെ പറമ്പിന്റെ തെക്കേ അറ്റത്തെ വാസുക്കുട്ടിയുണ്ട് ആശാരി. നന്നായിട്ടൊക്കെ പണിയെടുക്കും. ആണല്ലേ? കാര്യം എന്ത്, ക്ലിനിക്ക് വരുന്ന ഒരു ടീമിനെ നല്ല കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കൂട് വേണം. അതിനാണെങ്കിൽ വാസുക്കുട്ടി ബെസ്റ്റാ. നല്ല കിടുക്കാച്ചായിട്ട് ആള് ചെയ്തു തരും. നമ്പർ ഉണ്ടെങ്കിൽ തരണോ അച്ഛാ? നമ്പര് അവിടെ കലണ്ടറിലാണ് എഴുതിയിട്ടിട്ടുണ്ടാ. ഉണ്ടാ? പിന്നെ നീ അങ്ങനെ വിളിക്കുമ്പോഴേ നമ്മുടെ ഇവിടുത്തെ ഈ പൂട്ടിന്റെ കാര്യം കൂടെ പറഞ്ഞു. എല്ലാ പൂട്ടും പിണങ്ങി പോകണ്ട പെട്ടെന്ന്. അച്ഛാ ഈ അറ്റകുറ്റ പണികളുടെ കാര്യം പറയാൻ വേണ്ടിട്ടല്ല ഞാൻ പുള്ളിയെ വിളിക്കണേ. ഒരു അത്യാവശ്യ കാര്യം, ഇത് കൊത്തുപണികളൊക്കെ ഉള്ള ഒരു വേറെ ഡിഫറെന്റ് ടൈപ്പിലുള്ള ഒരു കൂട് പണിഞ്ഞു കൊടുക്കണേ. ഓ അങ്ങനെ കൂട് പണി ഇവിടെ വരുമല്ലോ. അപ്പൊ ഇതുകൂടെ ശരിയാക്കി ഇവിടെ അല്ല വരുന്നത്, പുള്ളിയെ വേറെ സ്ഥലത്ത് കൊണ്ടുപോകണം. അങ്ങനെ നിനക്ക് ഇതിന്റെ ക്ലിനിക്കിന്റെ കാര്യം മാത്രമേ ഉള്ള? ക്ലിനിക്കിലെ കാര്യം മാത്രം നോക്കിയാ അല്ലേ? ഇവിടുത്തെ കാര്യം നോക്കി അച്ഛൻ ഉണ്ടല്ലോ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അമ്മ അച്ഛനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. സൂക്ഷിക്കാൻ അച്ഛൻ എന്തോ പൊന്നോ പണമല്ലോ? അതല്ല അമ്മ, സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടതല്ലേ. ഈടി സാഹിത്യം പറയാതെ കാര്യം പറ കൊച്ചേ. അമ്മ, അച്ഛൻ ഏതോ കൂട്ടി വീണിട്ടുണ്ടോന്നൊരു സംശയം. കൂട്ടിലോ? കടുവാക്കൂട്ടിലാ? അമ്മ എന്തോ അമ്മ ഇങ്ങനൊക്കെ പറയുന്നേ? അച്ഛൻ ഇന്ന് രാവിലെ തൊട്ട് ഓരോ സ്ഥലത്തിരുന്ന് ഫോൺ വിളിക്കുന്ന അമ്മ കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇതാണ് അമ്മയുടെ കുഴപ്പം. ഏതോ പേർഷ്യൻ കാറ്റിന്റെ കൂട് പണിയുന്ന കാര്യ പറഞ്ഞേ. പേർഷ്യൻ ക്യാറ്റോ? ഏത് പേർഷ്യൻ ക്യാറ്റ്? അതൊന്നും എനിക്കറിയില്ല അമ്മ. ഏതോ ആന്റിയുടെ അടുത്താ സംസാരിച്ചു. നീ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന സ്വഭാവം നിർത്താറായില്ലേ? നല്ലതിനല്ല കേട്ടോ അമീത്. അമ്മനെ ഒളിഞ്ഞെന്ന് കേട്ടല്ല, ചുമ്മാ കൈ വീശിപ്പോയപ്പോ കേട്ടാ. ഞാൻ പറഞ്ഞ ഇനി അമ്മയുടെ ഇഷ്ടം, ഞാൻ പോവാ. കാർപ്പന്ററെ വിളിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് മാഡം. 2 ദിവസത്തിനകത്ത് കൂട് റെഡി. പുള്ളി ഇവിടെ ഇല്ല. മാഡത്തിന്റെ കൂട് ഞാൻ ശരിയാക്കി തരും. എങ്ങനെ? അല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു മാഡം. ഞാൻ പഴയ ഒരു നമ്പർ ഉണ്ട്, അതിന് ഞാൻ ഒരുപാട് തവണ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു മാഡം എന്നെ മറന്നു കാണുന്നു. നമ്മള് മാഡത്തിന്റെ പൂച്ചകൾക്ക് വേണ്ടിയിട്ട് ഒരു കൊട്ടാരം പണി, വുഡൻ കൊട്ടാരം. എന്നിട്ട് അതിൽ ചുവന്ന പരവതാനി. പേർഷ്യൻ കാറ്റ്. പേർഷ്യൻ ക്യാറ്റൊക്കെ ഇപ്പൊ ഫോൺ ചെയ്തു തുടങ്ങിയോ? ഈ ഒരു കാറ്റ്, ക്ലയന്റുമായിട്ട് എന്താ ഇടപാടെന്നാ ചോദിച്ചേ? ഇത് ഉടൻ കൂട് പണിയണം. അപ്പൊ അതിന് വേണ്ടിട്ട് വിളിച്ചത് ഒരു മാഡം. ഈ നാട്ടിൽ ഇക്കണ്ട കടകളോ അതിനനുസരിച്ചുള്ള പണിക്കാരും ഉണ്ട്. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ ഈ കൂട് പണിയാൻ നടക്കുന്നത്? അല്ല, അവർക്ക് എന്നെ മാത്രമേ പരിചയമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോകും. അങ്ങനെ എന്നെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലിനിക്കിൽ വന്നപ്പോഴത്തേക്ക് എന്റെ നമ്പർ വാങ്ങിച്ചു. അങ്ങനെ ആമി വന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് കൂട്ടിലാവെന്ന് ഞാൻ വിചാരിച്ചില്ല. മാഡത്തിന്റെ കൂട് ചുമ്മാ പിള്ളേർ കേൾക്കും. ചുമ്മാ എന്തോന്ന് കൂട് കിടന്ന് ഉരുളരുത് കേട്ടോ. നിങ്ങളുടെ മുഖം മാറി എനിക്കറിയാം. എന്താ മാറി? ഞാൻ അവര് എന്റെ അടുത്ത് സഹായം ചോദിച്ചു, ഞാൻ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെ നാട്ടുകാർ ചോദിക്കുമ്പോ നിങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കാം. ഇവിടുത്തെ എലിപ്പെട്ടി കേടായി, ഒരു പുതിയ എലിപ്പെട്ടി മേടിച്ചാൽ ഞാനും അച്ഛനും എത്ര നാളായി പറയുന്നത്. എലിപ്പെട്ടിക്ക് ഞാൻ പണ്ടേ എതിരാണ്. അന്ത എലിപ്പെട്ടി നിങ്ങളെ പിടിച്ച് കടിച്ചൊന്നുമില്ല. അങ്ങനെ ജീവികളെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് പെട്ടി പറ്റൂല, പൂച്ചയ്ക്ക് പെട്ടിയാവാ അല്ലേ?
എലിപ്പെട്ടി ഞാൻ എലിപ്പെട്ടിയുടെ കാര്യം കൂടെ കാർപ്പൻ്റെ അടുത്ത് ഞാൻ പറയാം. അച്ഛൻ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അച്ഛനും ഒരു പൂട്ട് പണിയണമെന്ന് പറഞ്ഞായിരുന്നു. അതും കൂടെ പറയണം ആശാരി അടുത്ത് വെച്ച്. അവിടെ നിൽക്കുക എവിടെ പോണു? ഞാൻ കാർപ്പൻ്ററെ വിളിക്കാൻ വേണ്ടി പോണു. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ മാഡത്തിന് പേരില്ലേ? ഏത് മാഡം? നിങ്ങൾ എന്തോ മാഡത്തിന് കൂട് പണിയാൻ പോകുന്നില്ലേ? അപ്പം മാഡത്തിന്റെ ഞാൻ മാഡം മാഡം എന്നാണ് വിളിക്കാറ്. അപ്പം മാഡം ഇപ്പൊ പുഷ്പ. അവരുടെ വീട് എവിടെയാ? വീട് എവിടെയാന്ന്? വീട് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. പേര് പറയത്തില്ല, വീട് എവിടെയാന്ന് അറിയത്തില്ല. പിന്നെ നിങ്ങൾ ആർക്കായി കൂട് പണിയുന്നേ? മാഡം എന്നെ വിളിച്ചിട്ട് കൂട് പണിഞ്ഞു കൊടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കൂട് പണിഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് നല്ലോണം കിടന്ന് ഉരുളുന്നുണ്ടല്ലോ. ഉള്ളിൽ എന്തിനാണ് തന്നെ വട്ടായോ നമുക്ക്? ചുമ്മാ എന്തൊക്കെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കണം ആവശ്യമൊക്കെ. ഇപ്പൊ എനിക്ക് വട്ടായെന്ന്. പിന്നെ അല്ലാതെ ആ കാണിച്ചു തരാം കേട്ടാ. എന്താ കാണിക്കാൻ വേണ്ടി? എനിക്ക് വട്ടാണോ അല്ലേന്ന് കാണിച്ചു തരാം. 1000 കിനാക്കളാൽ കുരുന്നു കൂടുമേഞ്ഞിരുന്നു തരത്തര തരത്തര തരാരര. ചേട്ടത്തി കിളി ചേട്ടത്തി കിളി ചേട്ടാ ആരാ ചേട്ടാ എന്താ ഇവിടെ? നീ എന്ത് ഇവിടെ? നീ പോയി കിടക്കണില്ലേ? അല്ല ഞാൻ കളി കാണാൻ പോയിട്ട് ഇങ്ങോട്ട് വന്നതാ. എവിടെ പോയി? കൂട്ടുകാരൻ്റെ അവിടെ. ചേട്ടാ എന്താ ഇവിടെ കിടക്കുന്നത്? ഞാൻ നല്ല തണുപ്പ്, അകത്ത് ഭയങ്കര ചൂട്. ചേട്ടനെ പുറത്താക്കിയല്ലേ? നിനക്ക് എന്താ ഒരു ആട്ടം? ഇത് ഞാൻ അടിച്ചാ നീ? അടിച്ചാ നീ? ഞാൻ അടിച്ചൊന്നുമില്ല. ഇങ്ങോട്ട് വാ. എവിടെ എവിടെ ഇങ്ങോട്ട് വാ. നീ വാടാ ഇങ്ങോട്ട്. ഞാൻ അടിച്ചില്ലെന്ന്. അടിച്ച ഊതറാ. അടിച്ചല്ലടാ? അല്ല അടിച്ചില്ല. രാത്രി ഇപ്പൊ ഇറങ്ങി പോണ ഇതിനാണ്. അല്ല ഒരു ബീർ ഒരു ബീർ അടിച്ചാ? ഇന്നും രാത്രി താമസിച്ച് പറഞ്ഞത് അടിക്കാൻ വേണ്ടി പോയിട്ട് പറഞ്ഞാണ് അല്ലടാ? ഒരു ബീർ കഴിച്ചോളൂ. ഒരെണ്ണം കഴിയോ? ചേട്ടത്തി ചേട്ടത്തില്ല, കൂട്ടത്തി. മാറിയടാ. എത്ര അടിച്ചോടാ? ഒരു പേര്